കഴിഞ്ഞ 3 ദിവസങ്ങളിലെ ഇറാൻ ഏകദേശം 5-10 കപ്പലുകൾ അടിച്ചിട്ടു അല്ലേ. അതായത് ഈ അടിച്ചിട്ട കപ്പലുകളൊക്കെ UAE-യുടെ, ഖത്തറിൻ്റെ അല്ലെങ്കിൽ സൗദിയുടെ ഒക്കെ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള കപ്പലുകളാണ്. അതിൽ മറ്റ് ചില കപ്പലുകളോടും കടന്നു പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ചൈനയുടെ കപ്പലുകളോ അല്ലെങ്കിൽ ചൈനയിലോട്ടുള്ള ചരക്ക് നീക്കങ്ങളും അതുപോലെ തന്നെ റഷ്യൻ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ റഷ്യയുടെ ചരക്ക് നീക്കങ്ങൾ, പ്രത്യേകിച്ച് ഈ ക്രൂഡ് ഓയിൽ നീക്കങ്ങളുടെയും ഭാഗങ്ങളായിട്ടുള്ള കപ്പലുകളും അവരുടെ അണ്ടറിൽ വരുന്ന ഇൻഷ്യൂർഡ് ആയിട്ടുള്ള കപ്പലുകളൊക്കെ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിനൊന്നിനും ഇറാൻ ഇതുവരെ തൊട്ടിട്ടില്ല. പക്ഷേ കൺട്രോൾഡ് ആണ്. ബാക്കി ഇപ്പം പല കപ്പലുകളുടെ അല്ലെങ്കിൽ പല ചരക്ക് നീക്കങ്ങൾ നോക്കുമ്പം കംപ്ലീറ്റ്ലി ഹോർമോസ് കൺട്രോൾഡ് ആണ്. ഇറാൻ്റെ കയ്യിൽ അത് കൺട്രോൾഡ് ആണ്. ഇതിൽ നിന്ന് ഇറാൻ ഒരു കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് റഷ്യക്കും ചൈനക്കുമുള്ള ഒരു സഹായം അല്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് സഹായിക്കുന്നതിനുള്ള പ്രത്യുപകാരം എന്നുള്ളത് മാത്രമല്ല, അവർക്ക് കൊടുക്കുന്ന ഒരു കറക്റ്റ് മെസ്സേജും കൂടെ, ഒരു മുന്നറിയിപ്പും കൂടാണ്. ഇപ്പോൾ നമ്മൾ ഈ ഹോർമോസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയില്ല, 20% ലോകത്തിൽ തന്നെ 20%ഓളം എണ്ണ ചരക്ക് അല്ലെങ്കിൽ വ്യാപാരം നടക്കുന്ന കടലെടുക്കാണ് ഹോർമോസ്, അതായത് കപ്പലുകൾ പോകുന്നത്. ഈ സ്ഥലത്ത് ഈ 20% എന്ന് പറഞ്ഞാൽ അതിൽ ചൈനയുടെ ഏകദേശം ഒരു ഭൂരിഭാഗവും ചൈനയിലോട്ടുള്ള ചരക്ക് നീക്കം തന്നെയാണ്. അപ്പോൾ ഇതിൽ ചൈനക്ക് കൊടുക്കുന്ന ഒരു ക്ലിയർ കട്ട് മെസ്സേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിലനിൽപ്പിന്, അതായത് ചൈനയുടെ നിലനിൽപ്പിന് ഞങ്ങൾ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ഇറാൻ കാണിക്കുന്നത്. എന്നിട്ടും നിങ്ങളുടെ എണ്ണ കപ്പലുകളെ സുരക്ഷിതമായിട്ട് കടത്തിവിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ള സമയത്തും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഓപ്പണിങ്സും ഞങ്ങളവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ട്, ഇവിടുന്ന് അങ്ങോട്ടുള്ള സപ്പോർട്ട്, അത് ഇൻ്റലിജൻസ് ആയിക്കോട്ടെ, ആയുധങ്ങളായിക്കോട്ടെ, മറ്റ് റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, മറ്റെല്ലാ രീതിയിലുള്ള ചൈനയുടെ സാങ്കേതിക സാറ്റലൈറ്റ് വിദ്യകളായിക്കോട്ടെ, അത് എന്നും ഞങ്ങൾക്ക് വേണം. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലും ഈ ലോകരാജ്യങ്ങളെ മൊത്തം ഈ പ്രശ്നങ്ങളായി നിൽക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള ചൈനയ്ക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണത്. അപ്പം ആ സപ്പോർട്ട് എന്നും വേണം. ഒരു രീതിയിലും അതിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ മാറിക്കളയാനോ പാടില്ല എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. ഇതാണ് ഒരു എന്താ പറയുക, ഈ ചൈനയ്ക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിട്ട് പറയുന്നത്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ റഷ്യയുടെ ഉള്ളൊരു മെസ്സേജ് ഇതിൽ പറയുകയാണെങ്കിൽ, ഈ ആക്രമണത്തിന് തൊട്ട് പിന്നാലെ ആഗോള വിപണിയിൽ നമുക്ക് എല്ലാവർക്കും വരാം നല്ല രീതിയിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രതിസന്ധി വന്നു. ഏറ്റവും കൂടുതൽ ആ സമയത്ത് റഷ്യക്കാണ് ക്രൂഡ് ഓയിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. അതായത് ഈ കടലെടുക്കില്ലാണ്ട് തന്നെ റഷ്യക്ക് ക്രൂഡ് ഓയിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ കടലെടുക്കിലൂടെ റഷ്യയുടെ ഓയിൽസ് പോകുന്നുണ്ട്. അതോടുകൂടി റഷ്യയുടെ എണ്ണ, അതായത് ഇന്ത്യയുടെ മോദിജി പോലും മുട്ടുകുത്തി ട്രംപിൻ്റെ മുമ്പ് നിന്ന് ഞങ്ങൾ റഷ്യയുടെ എണ്ണ വാങ്ങിക്കുന്നില്ല, അണ്ണം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ സ്ഥിതിക്കും നമുക്ക് കിട്ടാതെ വന്നപ്പം വീണ്ടും ഇന്ത്യക്ക് റഷ്യൻ എണ്ണ വാങ്ങിച്ചോളാൻ അമേരിക്കയുടെ അപ്രൂവൽ കിട്ടിയതും ഇത്രയും മറ്റ് രാജ്യങ്ങൾ, അതായത് റഷ്യയുടെ എണ്ണ വാങ്ങിക്കുന്നതിന് സാങ്ഷൻസ് കിട്ടിയിട്ടുള്ള അമേരിക്കൻ ഉപരോധമുള്ള മറ്റ് രാജ്യങ്ങൾക്കും അമേരിക്ക ഓപ്പണിംഗ് കൊടുത്തു. അത് ഏറ്റവും കൂടുതൽ റഷ്യക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തൊരു കാര്യമാണ്. റഷ്യക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അവിടെ മറ്റൊരു യുദ്ധം നടക്കുന്നുണ്ട്. അവരുടെ യുദ്ധ ഫണ്ടിലോട്ട് റഷ്യക്ക് യുദ്ധ ഫണ്ട് നിറയ്ക്കാൻ അല്ലെങ്കിൽ ഖജനാവ് നിറയ്ക്കാനുള്ള ഓപ്പണിങ്സും കൂടാണ് നിങ്ങളെ ആക്രമിക്കാണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കപ്പലുകൾ ആക്രമിക്കാണ്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ള റഷ്യക്കുള്ള ഒരു സഹായവും പ്രത്യുപകാരവും അതുപോലെ തന്നെ ഒരു മുന്നറിയിപ്പുമാണ് ഇറാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് രാജ്യങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇനി ഇവിടുന്ന് അങ്ങോട്ടും വേണം. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ, യുദ്ധത്തിൻ്റെ ഒരു അവസ്ഥ മാറിക്കഴിഞ്ഞാൽ നേരിട്ടുള്ള സപ്പോർട്ടും കൂടെ വേണം എന്നാണ് മുജ്തബ കാമിയുടെ മുന്നറിയിപ്പ്. അതല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള, ഈ 3 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധം എന്നാണ് പറയുന്നത്. ഇറാൻ്റെ ആഭ്യന്തര മാറ്റങ്ങളെ പറ്റി നമുക്കറിയാം. അതായത് ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖാംനെ മരണപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സൗമ്യമായിട്ടുള്ള സമീപനമുണ്ട് മറ്റു രാജ്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ആയുധ നിർമ്മാണത്തിലൊക്കെ. അതിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി ഇറാൻ മാറി അതായത് അറ്റാക്കിംഗ് മോഡിലോട്ട് ഇറാൻ മാറാനുള്ള റീസണും അദ്ദേഹം മരണപ്പെട്ട് പിന്നാലെ വന്നിട്ടില്ല, അതായത് അതിന് ശേഷം വന്നിട്ടുള്ള അവരുടെ നേതാക്കളും അദ്ദേഹം മരണപ്പെടുന്ന കൂട്ടത്തിന് ഒരുപാട് പേരും മരണപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം സെക്കൻഡ് റൗണ്ടിൽ വന്ന നേതാക്കളുടെ ഒരു അഗ്രഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ കഴിഞ്ഞ 3 മാസത്തെ യുദ്ധത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതായത് നേരിട്ട് ഒരു കംപ്ലീറ്റ് അമേരിക്കയും ഇസ്രായേലും ഇതുപോലെ മറ്റ് ഇത്രയും ഒരു 5-6 ഗൾഫ് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇറാൻ ഒരിക്കലും ഇതൊരു ഒറ്റക്ക് നിന്നിട്ടുള്ളൊരു വിജയം ഇതിലോട്ട് വരാൻ പറ്റില്ല. ഇറാൻ ഒറ്റക്ക് നിന്ന് ഇത്രയും വലിയൊരു വിജയത്തിലോട്ട് എത്താൻ പറ്റില്ല. പക്ഷേ അവർക്ക് പ്രതിരോധിച്ച് മറ്റ് രാജ്യങ്ങളിൽ മാക്സിമം ബുദ്ധിമുട്ടുണ്ടാക്കി ലോക സാമ്പത്തിക വ്യവസ്ഥനെ തന്നെ തകർക്കാൻ ഇറാന് പറ്റും. അതായത് ഇറാൻ്റെ കംപ്ലീറ്റ് മിസൈലും കാര്യങ്ങളും തീരുന്നവരെ എത്ര മാസം എടുക്കും അല്ലെങ്കിൽ എത്ര ആഴ്ച എടുക്കും എന്നൊന്നും പറയാൻ പറ്റില്ല, എടുത്തരും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പം റഷ്യയുടെ ഒരു തെക്കൻ ഇടനാഴിയുണ്ട്. അതായത് റഷ്യയുടെ തെക്കൻ ഇടനാഴി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടന്ന് ആഗോള വിപണിയിലെത്താൻ, ഈ ഉപരോധങ്ങൾ മൊത്തം റഷ്യക്ക് കുറേ സാങ്ഷൻസ് ഉണ്ടല്ലോ, ഇതൊക്കെ മറികടന്നിട്ട് ആഗോള വിപണിയിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ വഴിയുള്ള ഒരു റോഡ്, അവരുടെ റെയിൽ, അവരുടെ റോഡ്, അവരുടെ തുറമുഖ ശൃംഖലകൾ എല്ലാം റഷ്യ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇറാനും റഷ്യയുമായിട്ടുള്ള ആ ഒരു
ബന്ധം എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ റഷ്യയുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു വലിയ ബേസാണ് ഇറാന്റെ റോഡുകളും റെയിലുകളും ഇറാന്റെ തുറമുഖങ്ങളും. അതേ സ്ഥാനത്ത് തന്നെ ചൈനയുടെ ഈ US നാവികസേനയുടെ നിയന്ത്രണത്തിലുള്ള കടൽ പാതകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ചൈനയ്ക്ക് അതിലൂടെ സാധനങ്ങൾ കടത്താനോ കൊണ്ടുവരാനോ ഒന്നും ചൈനയ്ക്ക് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ചൈനയും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ചൈന കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനെയാണ്. ഇറാനിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ വ്യാപാര പാതകളുണ്ട് ചൈനയും ഇറാനെയും കണക്ട് ചെയ്യിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഈ പടിഞ്ഞാറൻ ഭാഗങ്ങളിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചൈനയ്ക്ക് എത്രത്തോളം ഇറാൻ അത്യാവശ്യമാണ് എന്നുള്ളതാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ചൈനക്കും ഇറാനും അവരുടെ ഈ പടിഞ്ഞാറൻ ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തജിക്കിസ്ഥാനും അതുപോലെ തന്നെ താഷ്കണ്ട്, അതായത് ആ ഒരു ഭാഗങ്ങളിലൂടെ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗങ്ങളിലൂടെ സൈഡിലൂടെ ഒക്കെയാണ് ഇറാനിലോട്ടുള്ള ഈ ഒരു പാത അവർക്ക് തുറന്നു കിട്ടുന്നത്. ഏത് യൂറോപ്യൻ സൈഡിലോട്ട് വരാനും ബാക്കിയുള്ള ആഫ്രിക്കൻ ഭാഗങ്ങളിലോട്ട് വരാനുള്ള. അപ്പം ഈ ഒരു രണ്ട് സപ്പോർട്ടും ചൈനക്കും റഷ്യക്കും ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കും. അതിന് തിരിച്ച് ഇറാൻ്റെ അല്ലെങ്കിൽ ഇറാന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിന് ചൈനയും റഷ്യയും നേരിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇറാൻ്റെ ഉള്ളിൽ ഇറാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതുതന്നെയാണ് ഇറാൻ ഇപ്പം ഇവർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ്. ഇനി ഇതിലൊരു സാങ്കേതിക സഹായങ്ങളുടെ ഒരു കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചൈന റഷ്യ വെറും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പിന്തുണയിൽ ഒതുങ്ങാതെ ഇറാൻ്റെ പ്രതിരോധം ശക്തമാക്കാനുള്ള ആയുധങ്ങൾ മറ്റ് സാങ്കേതിക വിദ്യകൾ രഹസ്യമായിട്ട് നൽകാൻ ഉള്ള പ്ലാനുകളും അല്ലെങ്കിൽ അത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും ഇനി അത് കൂടുതൽ ശക്തമാക്കും എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ US ഉപരോധത്തിൻ്റെ ആഘാതങ്ങൾ, ഇറാനിയൻ തുറമുഖങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉപരോധിക്കാനുള്ള അമേരിക്കയുടെ തീരുമാനം, അത് ഏറ്റവും വലിയ ഈ ഇറാൻ തുറമുഖങ്ങൾ ഉപയോഗിക്കുന്നത് ചൈനയാണ്. അപ്പോൾ അത് ചൈനയെ നേരിട്ട് ബാധിക്കും. അപ്പോൾ ആ ചൈന നേരിട്ട് ബാധിച്ചാൽ ഇപ്പുറത്ത് ചൈനയായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാൻ നോക്കുന്ന ട്രംപിന് അത് വലിയ അടിയായിരിക്കും. അപ്പോൾ ചൈന നേരിട്ട് ഈ അമേരിക്കക്കെതിരെ തിരിയാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് അവിടെ. അതുമാത്രമല്ല ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട് അമേരിക്കയുടെ സുരക്ഷാ വലയത്തിൽ തങ്ങളുടെ കപ്പലുകളെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് നല്ലപോലെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അവരുടെ കപ്പലുകൾക്ക് ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് ഇറാൻ കഴിഞ്ഞ ദിവസം അടിച്ചുകൊണ്ടിരിക്കും. ദിവസം 2-3 കപ്പൽ വിളിച്ച് ഇറാൻ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ, UAE ഇവർ ചൈനയുമായിട്ടും ഇറാനുമായിട്ടും നേരിട്ടുള്ള ചർച്ചകൾക്ക് മുതിരാനുള്ള ചാൻസസും വളരെ ഹൈ ആണ് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഏത് രീതിയിലാണ് ചൈനയും റഷ്യയും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇറാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നത്, അതൊരു മുന്നറിയിപ്പും അല്ലെങ്കിൽ പ്രത്യുപകാരവും ഒക്കെ ആയിട്ട് ആളുകൾ കാണാനുള്ള റീസൺസ് ആണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ബൈ.